കേസിനെ സംബന്ധിച്ച് ഇത് തന്നെയാണ് ഇപ്പൊ ഈ പറഞ്ഞത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അതായത് ഈ കേസുകൾ എടുക്കുന്നതുകൊണ്ട് മാത്രം ഇവിടുത്തെ പ്രശ്നങ്ങൾ തീരില്ല. ഒരുപക്ഷെ കുറെ മനുഷ്യര് ഭയപ്പെട്ട് മാറി നിൽക്കുമായിരിക്കാം. പക്ഷെ ഇതിനകത്തുണ്ടാകാൻ പോകുന്നൊരു പ്രത്യാഘാതം ഈ കേസുകൾ ഉൾപ്പെടുന്ന ചെറുപ്പക്കാരാണ്, ചെറുപ്പക്കാരികള്, പെൺകുട്ടികളുണ്ട്, ആൺകുട്ടികളുണ്ട്. ഇവരൊക്കെ ഒരുപക്ഷെ ഒരു ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവരാകാം, അല്ലെങ്കിൽ വിദേശത്ത് പോകാനായിട്ട് ശ്രമിക്കുന്നവരാകാം. ഈ അവസരത്തിൽ അവരുടെ പേരിൽ വരുന്ന ക്രിമിനൽ കേസുകൾ അവരുടെ ജീവിതത്തെ തന്നെ തകർത്തുന്നു വരാം. ഇപ്പോൾ തന്നെ വന്യമൃഗ ആക്രമണത്തിൽ ആശയേറ്റിരിക്കുന്ന ഒരു ജനത്തിന് ആകെപ്പാടെയുള്ള ഒരു ആശയാണ് അവരുടെ മക്കൾ എവിടെയെങ്കിലും പോയി രക്ഷപ്പെടുക എന്നുള്ളത്. ആ അവസരത്തിൽ ഇങ്ങനെയുള്ള അതിപരിഭ്രാന്തരായ ഒരു ജനക്കൂട്ടത്തിനിടയിൽ വെച്ച് സംഭവിച്ച കാര്യങ്ങളുടെ പേരിൽ അവരുടെ പേര് കേസെടുത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ ആ കുട്ടികളുടെ ഭാവി നശിക്കും, ആ കുടുംബത്തിന്റെ ഭാവി നശിക്കും. മാത്രമല്ല അത് നിതാന്തരമായ ഒരു ശത്രുതയിലേക്ക് ഒരു പക്ഷേ ഈ ജനത്തെ കൊണ്ട് എത്തിച്ചെന്നും വരാം. ഇപ്പോൾ തന്നെ ഇവിടെയുള്ള ജനങ്ങൾ നിരാശരാണ്. നിങ്ങൾക്കറിയാം, വീട്ടിൽ ഇപ്പൊ ഈ മരണമടഞ്ഞ ഏതാനും പേര് അവരുടെ വീട്ടിലൊന്നും ഇല്ലാത്തവരെ, വെറും കൂലിപ്പണിക്കാരെ പോലെയുള്ളവരാണ്. ഇനി അവരെങ്ങനെ ജീവിക്കും? അപ്പോൾ അങ്ങനെയുള്ള ഒരു വേവലാതിയുടെ നടുവിൽ ഇവരെവിടെയെങ്കിലും ഒരു ചെറിയ ജോലിക്ക് ശ്രമിക്കുമ്പോൾ ഈ കേസ് തടസ്സമായാൽ അത് വലിയ പ്രശ്നമായി മാറും. അതുകൊണ്ട് എനിക്ക് അധികാരികളോട് പറയാനുള്ള ഇതാണ്, നിങ്ങൾ കുറച്ചുകൂടി അവധാനതയോടുകൂടി ചിന്തിച്ച് ഈ കേസുകളൊക്കെ പിൻവലിക്കുകയും അതല്ലെങ്കിൽ അവരെ വിളിച്ച് ഉപദേശിക്കുക. നമുക്കറിയാമല്ലോ, ഏതൊരു പ്രസ്ഥാനവും അങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. നമുക്ക് നിയമം കൊണ്ട് മാത്രം എല്ലാം നേരിടാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതെ, മനുഷ്യത്വപരം എന്നുള്ളതല്ല, ഇല്ല, തീർച്ചയായിട്ടും ഇല്ല. പക്ഷേ നമ്മളൊരു നിയമം കൊണ്ട് അവരെ വേട്ടയാടുന്ന രീതിയിൽ വരരുത്. നമുക്കറിയാം ഇവിടെ ഈ പരിഷ്കൃത രാജ്യങ്ങളൊക്കെ എങ്ങനെയാണ് ഇതുപോലെയുള്ള നിയമങ്ങൾ അവരെങ്ങനെയാണ് നടപ്പാക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള കൃത്യങ്ങൾ എല്ലാ സമൂഹത്തിലും എല്ലാ രാജ്യത്തും ഉണ്ട്. പരിഷ്കൃതമായിട്ടുള്ള എല്ലാ ജനതകളിലും ഇങ്ങനെയുള്ളതൊക്കെ ഉണ്ടാകും. പക്ഷെ അവര് ആ പരിഷ്കൃതമായ രീതിയിലാണ് നിയമങ്ങളെ കൈകാര്യം ചെയ്യുന്നത്. അതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ പരിഷ്കൃത ജനതയുടെ മനസ്സോട് കൂടിയിട്ട് ഈ കാര്യങ്ങളെ കൈകാര്യം ചെയ്യണമെന്നാണ് ഈ കുറ്റകൃത്യങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോൾ എനിക്ക് പറയാനുള്ളത്. ഈ നഷ്ടപരിഹാര തുക 10 ലക്ഷമാണ് പറഞ്ഞത്. അതെ, ബാക്കി സർക്കാരിലേക്ക് ശുപാർശ ചെയ്തെന്ന് പറഞ്ഞത്. കഴിഞ്ഞ ഒരു കൊല്ലം മുമ്പ് തോമസ് മരിച്ചപ്പോഴും ഇതേ ശുപാർശ തന്നെയാണ് ചെയ്തത്. ഇതിനു മുമ്പ് കുറുപ്പും വലിയും നടന്നത് തന്നെയാണ്. എല്ലാ സ്ഥലത്തും ശുപാർശയാണ്, ഇത് നടപ്പാവുന്നില്ല. എന്താണ് കാരണം? അതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? അല്ല, ഈ ശുപാർശ ആരോടാ ചെയ്യുന്നത്? അതാണ് ചോദ്യം. ശുപാർശ ആരോട് ചെയ്യുന്നു? ഇപ്പം ഒരു ജില്ലാ അധികാരിയാണ് ശുപാർശ ചെയ്യുന്നതെങ്കിൽ ആ ജില്ലാ അധികാരിക്ക് തന്നെ കടപ്പാടുണ്ട്. അല്ലെങ്കിൽ അദ്ദേഹം ശുപാർശ ചെയ്ത ഈ കാര്യത്തിന്റെ പരിസമാപ്തി എന്താണെന്ന് ജനത്തെ അറിയിക്കാനായിട്ട്. ഒന്നുകിൽ അവർ ഈ ജനത്തോട് വന്ന് പറയണം, ഈ കുടുംബത്തോട് വന്ന് പറയണം, ഞങ്ങൾ ശുപാർശ ചെയ്തു, പക്ഷേ സർക്കാരിൽ നിന്ന് ബന്ധപ്പെട്ടിൽ നിന്ന് കിട്ടിയ മറുപടി ഇതാണ്, അത്രേ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നെങ്കിലും അവർ പറയണം. രണ്ടാമത്തെ കാര്യം, ഈ നഷ്ടപരിഹാരം എന്നത് ഒരു താൽക്കാലിക ആശ്വാസ കുടുംബത്തിന് മാത്രമാണ്. അങ്ങനെ നമുക്ക് എല്ലാ ദിവസവും ഇങ്ങനെ വരികയാണെങ്കിൽ കുറെ അധികം കുടുംബങ്ങളുണ്ടാവും നഷ്ടപരിഹാരം കിട്ടിയവര്. അങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇവിടെ ഒരു ജനതയുണ്ട്, ഈ നാടിന്റെ പ്രശ്നമാണ്, അതാണ് പരിഹരിക്കേണ്ടത്. അതിനു പകരം നഷ്ടപരിഹാരം കൊണ്ട് മാത്രമാവില്ല. മാത്രമല്ല, എന്തുകൊണ്ട് അവര് ഈ 5 ലക്ഷത്തിൽ നിജപ്പെടുത്തുന്നു, അത് പരിമിതപ്പെടുത്തുന്നു? ഇപ്പൊ നമുക്കറിയാമല്ലോ, ഇവിടെ ഈ മോഴയാനയെ പിടിക്കാനായിട്ടുള്ള ഒരു ടീം ഓപ്പറേഷനുണ്ട്. എത്ര ദിവസമായി? ഒരാഴ്ചയോളമായി. ഇത്രയും മനുഷ്യര് ഇത്രയും വാഹനങ്ങൾ ഉപയോഗിച്ച്, യന്ത്രങ്ങൾ ഉപയോഗിച്ച് ഇതെല്ലാം എന്ന് നിങ്ങൾ തന്നെ കണക്ക് കൂട്ടിക്കൊള്ളുക. ഇതിന്റെ പകുതി പോലും വേണ്ടല്ലോ ഈ മരിച്ചവരോട് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് പണത്തിന്റെ ലഭ്യതക്കുറവല്ല, മനസ്സിന്റെ ലഭ്യതക്കുറവാണ്. അതുകൊണ്ട് മനസ്സുണ്ടെങ്കിൽ എനിക്കൊന്ന് കൊടുക്കാൻ പറ്റും. പിന്നെ ഈ ജനത്തോടൊരു സഹതാപം ഉണ്ടാവണം. അതായത് നമ്മളെപ്പോലെ തന്നെയുള്ള ഒരു ജനതയാണിത്. മുമ്പ് നമ്മുടെ പ്രിയപ്പെട്ട മന്ത്രി തന്നെ പറഞ്ഞല്ലോ ഒരിക്കല്, ഈ ഓരോ കടലാസിന്റെയും പിറകില് ഒരു മുഖമുണ്ട് എന്ന് നിങ്ങൾ ഓർക്കണമെന്ന്, ഒരു ജീവിതമുണ്ട് എന്ന്. അത് ഓർത്താൽ ധാരാളം മതിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ ഓരോ ഉദ്യോഗസ്ഥരെ ഓർക്കുകയാണെങ്കിൽ ഈ പ്രശ്നത്തിൽ പെട്ടെന്ന് പരിഹാരമുണ്ട്. അതുകൊണ്ട് ഈ നഷ്ടപരിഹാരം എന്ന് പറയുന്നത് ശാശ്വത പരിഹാരമല്ല, താൽക്കാലിക ആശ്വാസം മാത്രമാണ്. ഈ പാക്കത്തെ പോളിന്റെ കുടുംബത്തിന് ഇപ്പോൾ 10 ലക്ഷം രൂപ കൊടുക്കാമെന്ന് അന്ന് കൊടുക്കാമെന്ന് പറഞ്ഞത് കൊടുത്തിട്ടില്ല, ശ്രദ്ധയിൽപ്പെട്ടില്ല. ഇവരെ പൈസ കിട്ടിയിട്ടില്ല. ഞാനതേക്കുറിച്ച് അന്വേഷിച്ചില്ല. നിങ്ങൾ പറഞ്ഞപ്പോഴാണ് എനിക്ക് അതേക്കുറിച്ച് അറിവ് കിട്ടിയത്. അതായത് അതും ഇത് തന്നെയാണ് പ്രശ്നം. അതായത് ആദ്യം ഒരു 5 ലക്ഷത്തിൽ തുടങ്ങും, പിന്നീട് ജനം നിർബന്ധിക്കുമ്പോൾ 10 ലക്ഷം ശുപാർശയാന്ന് പറയും. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ അത് തന്നെയാണ്, ശുപാർശ ചെയ്തിട്ട് എന്തുണ്ടായി, അല്ലെ അത് എവിടം വരെ എത്തി നിൽക്കുന്നു. ഇതിലെല്ലാം ഉപരിയായിട്ട് എനിക്ക് തോന്നുന്നത് ഈ കാര്യങ്ങളെല്ലാം ജനത്തിന് അന്വേഷിക്കാനായിട്ട് എവിടെയെങ്കിലും ഒരു അന്വേഷണ കൗണ്ടർ ഉണ്ടോ? നമുക്കൊരു ഓഫീസ് എവിടെയെങ്കിലും ഉണ്ടോ? ഈ വന്യമൃഗങ്ങളുടെ ആക്രമണത്താൽ കൊല്ലപ്പെടുന്ന ആളുകൾക്ക് നഷ്ടപരിഹാരമോ മറ്റെന്തെങ്കിലും പരിഹാരമൊക്കെ കിട്ടേണ്ട കാര്യം പറയാനായിട്ട്
നമുക്കൊരു ഓഫീസില്ല, ഒരു ഇൻഫർമേഷൻ കൗണ്ടർ ഇല്ല, ഒരു കോണ്ടാക്ട് നമ്പർ ഇല്ല. പിന്നെ ഇവരെവിടെ പോകും? ഇതാണ് ഇവിടുത്തെ ചോദ്യം. ഇപ്പൊ ഇവർക്ക് പോയി അന്വേഷിക്കാനാണെങ്കിൽ പോലും ഒരു വേദിയില്ല. അതാ ഇവിടുത്തെ പ്രശ്നമെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്.